കല്ലും ചരലുമൊന്നും ഗോതമ്പിന് പ്രിയമല്ലായിരുന്നു. ഗോതമ്പിനായി ഭൂമിയൊരുക്കി സാപ്പിയന്മാരുടെ നടുവൊടിഞ്ഞു. തൻ്റെ ഇടങ്ങളിൽ വെള്ളവും വളവും ഒന്നും മറ്റൊരു സസ്യവുമായും പങ്കിടുന്നത് ഗോതമ്പിന് ഇഷ്ടമായിരുന്നില്ല. അതിനാൽ പൊരിവെയിലത്ത് ആണും പെണ്ണും കളകൾ പറിച്ച് നീക്കിക്കൊണ്ട് അധ്വാനിച്ച് ചിലപ്പോൾ ഗോതമ്പ് രോഗബാധിതനായി. അതോടെ കീടങ്ങളിൽ നിന്നും പുഴുക്കളിൽ നിന്നും ഗോതമ്പിനെ സംരക്ഷിക്കുന്ന പണിയും സാപ്പിയന്മാരുടെ ചുമലിലായി. ഗോതമ്പിനെ ആക്രമിക്കാൻ മുയലുകളും കീടങ്ങളും എത്തിയപ്പോൾ ഗോതമ്പുപാടങ്ങൾക്ക് ചുറ്റും വേലികെട്ടി കാവൽ നിന്നു. ഗോതമ്പിന് ദാഹം തീർക്കാനായി സാപ്പിയന്മാരുടെ കിണറുകളും ജലച്ചാലുകളും പണിതു. അതിന് സൗകര്യമില്ലായിരുന്ന ഇടങ്ങളിൽ ദൂരെ നിന്നും വെള്ളം ചുമന്നെത്തിച്ചു. അധ്വാനഭാരം താങ്ങേണ്ടി വന്ന മനുഷ്യരുടെ നട്ടെല്ലും മുട്ടും കഴുത്തുമെല്ലാം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പ്രാചീന മനുഷ്യാസ്ഥികൂടങ്ങളുടെ പഠനം തെളിയിക്കുന്നത് കാർഷിക വിപ്ലവം പുതിയ രോഗങ്ങളുടെ വലിയ നിര തന്നെ സാപ്പിയന്മാരിലേക്ക് കൊണ്ടുവന്നുവെന്നാണ്. അസ്ഥികളുടെ സ്ഥാനം തെറ്റൽ, സന്ധിവാതം, ഹെർണിയ അഥവാ ആന്ത്രവീക്കം തുടങ്ങിയ ഇതിൽപ്പെട്ടവയാണ്. ഗോതമ്പ് കൃഷി കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യപ്പെട്ടതിനാൽ കൃഷിയിൽ ഏർപ്പെട്ടവർ ഗോതമ്പ് പാടങ്ങളോട് അടുത്തുതന്നെ സ്ഥിരമായി പാർക്കാൻ നിർബന്ധിതരായി. അവരുടെ ജീവിതശൈലി തന്നെ അത് മാറ്റി.